ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മോളീസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് നോമ്പിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലും വീഡിയോക്ക് താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ്ക്ക് പകരം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. നെയ്യാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. എന്നിട്ട് അതിലേക്ക് കുറച്ച് കിസ്മിസും കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി അതൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇപ്പം നന്നായിട്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേന്ത്രപ്പഴമാണ്. അത് നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ചെറുതാക്കി കട്ട് ചെയ്തതാണ്. അതും കൂടി ആ നെയ്യിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് ആ നെയ്യുമായിട്ടൊന്ന് മിക്സ് ആകുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ല പഴുത്ത പഴം കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് ഉടഞ്ഞ് കിട്ടും. ഈ സ്നാക്കിൻ്റെ പേര് കിളിക്കൂട് എന്നാണ് കേട്ടോ. സാധാരണ കിളിക്കൂട് ഉണ്ടാക്കാറുള്ളത് നല്ല എരിവിലാണ്. ഒരു എരിവുള്ള മിക്സർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കിളിക്കൂട് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് സ്വീറ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് പഴം ഉപയോഗിച്ചിട്ട് കിളിക്കൂട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പഴമൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 4 ഏലക്കായ ചതച്ചതും പിന്നെ ഒരു 1/4 മുറി തേങ്ങ ചിരവിയെടുത്തതും അതുകൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ തേങ്ങയും പഴവും നന്നായിട്ട് മിക്സായിട്ട് വരട്ടെ. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ സാധാരണ പഴമൊക്കെ ഉലർത്തിയെടുക്കാറില്ല. ആ ഒരു രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. പഴം തന്നെയാണിത്. അപ്പം അതൊന്ന് ആദ്യം ശരിയാക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മധുരം കൂടി ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ പഞ്ചസാര കൂടി ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ പഴം വലത്തിയത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചെറിയ ബൗളിലേക്ക് ആക്കിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ടോ. തീയൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ചൂടാറുമ്പോഴത്തേക്കും അടുത്ത ബാക്കി പണി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ബ്രെഡാണ്. ആ ബ്രെഡിൻ്റെ അരികുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ബ്രെഡിലാണിത് പൊതിഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രെഡിൻ്റെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഇത് നമുക്ക് ബ്രെഡ് ക്രംസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ഒരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്കൊന്ന് നന്നായിട്ട് മുക്കിയിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പാലൊക്കെ അതിൽ നിന്ന് പോയി കിട്ടും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ ബനാനയുടെ, അത് അതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ബോൾസാക്കി എടുക്കണം. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ബ്രെഡിൻ്റെ ഉള്ളിൽ പൊതിയാൻ പാകത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ബോളാക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പാല് പ്രസ് ചെയ്ത് ഒഴിവാക്കുക. കൈകൊണ്ട് ബ്രെഡ് കീറി പോകരുത്. മെല്ലെ മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മിക്സ് വെച്ച് കൊടുക്കുക. അതിനുശേഷം 4 അരികുകൾ 4 കൂടി ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് മെല്ലെ നമുക്കിതൊരു ബോൾസാക്കി മാറ്റിയെടുക്കാം. ഈ ഒരു രീതിയിൽ മെല്ലെ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് നന്നായിട്ടൊരു ബോളാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ബോൾസാക്കി എടുക്കണം. അപ്പോൾ എല്ലാം ഒന്ന് ഞാൻ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇവിടെ ഞാൻ 2 എഗ്ഗ് പൊട്ടിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊന്ന് നമ്മുടെ ബോൾസ് മുക്കിയെടുക്കാം. അതിന് ശേഷം റോസ്റ്റഡ് സേമിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ കൂടി ഒന്ന് റോൾ ചെയ്തെടുക്കാം. സേമിയ റോസ്റ്റ് അല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഏത് സേമിയ വേണമെങ്കിലും യൂസ് ചെയ്യാം. റോസ്റ്റഡ് ആകുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പം നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇവിടെ ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ചൂടാകുന്ന സമയത്ത് നമ്മുടെ കിളിക്കൂട് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. അധികം വെക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് കളറ് മാറുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എല്ലാ ഭാഗവും ഒന്ന് റെഡിയായ സമയത്ത് നമുക്കതൊന്ന് കോരിയെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യാം. അപ്പം ഇതുപോലുള്ള പുതിയ വീഡിയോസുമായി നാളെ കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.